നമസ്കാരം രുചിയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കുട്ടികൾക്കൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. സ്നാക്സ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നർ ടൈമിലോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഇതിന് നമുക്ക് ക്യാപ്സിക്കം വേണം, അതുപോലെ തന്നെ മുട്ട എഗ്ഗ് വേണം. അപ്പോൾ നമുക്ക് നോക്കാം വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാനായിട്ട് ആവശ്യം, പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ ആദ്യം പറഞ്ഞല്ലോ ഇതിന് ക്യാപ്സിക്കം ആവശ്യമുണ്ട്. ഒരു ക്യാപ്സിക്കം എടുത്തു, അതുപോലെ തന്നെ 2 മീഡിയം സവാള എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയ തക്കാളിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് കട്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ ക്യാപ്സിക്കം നമ്മൾ റിങ് പോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നന്നായിട്ട് കനം കുറച്ചല്ല നമ്മൾ ഇതാക്കുന്നത്. റിങ് ഉണ്ടാവില്ല. അപ്പോൾ ഇതിനുള്ളിലുള്ള ആദ്യം ആ കുരുകളൊക്കെ കളഞ്ഞെടുക്കണം. എന്നിട്ട് നമുക്ക് റിങ് ആയിട്ട് കട്ട് ചെയ്യാം, അധികം തിന്നല്ലാതെ. ഇനി നമുക്ക് സവാള ചെറുതായിട്ട് മുറിച്ചിടണം. അപ്പോൾ അത് ചോപ്പറുണ്ടെങ്കിൽ ചോപ്പറിൽ വെച്ചിട്ട് എത്ര ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതായിട്ട് മുറിക്കാം. അതുപോലെ തക്കാളിയും ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കാം. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ചേർക്കാം. ഞാനിവിടെ എരിവിന് വേണ്ടി പച്ചമുളകല്ല വേറെ കുരുമുളകും ഒക്കെയാണ് ചേർക്കുന്നത്. അതുകൊണ്ട് തക്കാളിയും അതുപോലെ തന്നെ സവാളയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി മെയിനായിട്ട് വേണ്ട സാധനം എന്ന് പറഞ്ഞാൽ മുട്ടയാണ്. നമ്മൾ 2 മുട്ടയാണ് എടുക്കുന്നത്. അപ്പം നമ്മൾ സവാള അതുപോലെ തന്നെ തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ ഉപയോഗിക്കണം എന്നില്ല. അപ്പോൾ എന്തായാലും ഈ 2 മുട്ടയും ഒരു ബൗളിലോട്ട് പൊട്ടിച്ചൊഴിച്ചു. ഇനി അതിലേക്ക് ആവശ്യമായിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് സവാളയും അതുപോലെ തന്നെ തക്കാളിയും ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ മുഴുവൻ ചേർക്കുന്നുണ്ട്. അധികം സവാളയൊന്നും ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം കുറച്ച് ബട്ടറും കൂടെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ബട്ടർ അലിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ റിങ്സ് ആയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ ക്യാപ്സിക്കം, അത് ഇട്ട് കൊടുക്കുക ആദ്യം. ഇനി ക്യാപ്സിക്കത്തിൻ്റെ ഉള്ളിലേക്ക് ഈ മുട്ട ഒഴിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് ക്യാപ്സിക്കം കുറച്ച് കനത്തിൽ അരിയണമെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ഭാഗത്തോട്ടും എന്താ കുറച്ച് തിക്കായിട്ട് തന്നെ നമുക്കിത് ഒഴിച്ചു കൊടുക്കാൻ പറ്റും. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചീസ് ഇടുന്നുണ്ട്. ഇനി ഇത് ഒന്ന് അടച്ചു വെക്കുക. അടച്ചു വെച്ച് കഴിയുമ്പോൾ കുറച്ച് സമയം കഴിയുമ്പം ഈ ചീസെല്ലാം മെൽറ്റായിട്ട് വരും. അപ്പോൾ ഇതാ ചീസെല്ലാം മെൽറ്റ് ആയിട്ടുണ്ട്, മുട്ട കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഇതാ സംഭവം റെഡി ആയിട്ടുണ്ട്. എന്താ ക്യാപ്സിക്കം എഗ് റിംഗ് എന്നൊക്കെ പറയല്ലേ. അപ്പം കാണാനും നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെയാണ് ടേസ്റ്റും. അപ്പോൾ ക്യാപ്സിക്കം നമ്മൾ വല്ലപ്പോഴും അല്ലേ ഉണ്ടാക്കല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ കുട്ടികൾക്കൊന്ന് കൊടുത്തു നോക്കുക, ഇഷ്ടപ്പെടും എന്തായാലും. നമുക്ക് ബ്രെഡ് സ്ലൈസ് ഉണ്ടെങ്കിൽ അതിന് ഇടയിൽ ഇതാക്കി ഒരു സാൻഡ്വിച്ച് പരുവത്തിലൊക്കെ കൊടുത്തു കഴിയുമ്പം ചായക്കൊക്കെ കഴിച്ചോളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണാം. അതുവരെ ബൈ.